അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നതിൽ നിയമസഭയിൽ ചർച്ച. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി 12 മണി മുതൽ 2 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള വിഷയമാണെന്നും എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നതിനാലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇത് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമായതിനാലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നതിനാലും ഇതിന്റെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സഭയും കേരളത്തിന്റെ പൊതുസമൂഹവും അറിയേണ്ടതുണ്ട് എന്നതിനാലും ഇത് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് സർ. വി അരുൺ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന്. അരുൺ, തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിരിക്കുകയാണിപ്പോൾ സർക്കാർ. അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അവകാശവാദങ്ങളുമൊക്കെ വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഈ ചർച്ച വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം തിരുവനന്തപുരം മുട്ടത്തറ സ്വദേശി ലതാകുമാരി അടക്കം നിരവധി പേർ മരണമടഞ്ഞു. ഇത്തരം രോഗങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസിലെ പ്രധാന ആരോപണം. ഇന്ന് ആ വിഷയം സ്പീക്കർ സുശീലയുടെ തുടക്കത്തിൽ സ്പീക്കർ അക്കാര്യം പറയുമ്പോൾ റൂൾ 50 നോട്ടീസ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി വീണ ജോർജ് മറുപടി പറയാൻ എഴുതിയിട്ട് ആദ്യം പറഞ്ഞത് സംസ്ഥാനത്തെ ആരോഗ്യമേഖല വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. നിരവധി തെറ്റായ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ സർക്കാരിന് ശരിയായ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ചർച്ചയാകാമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുകയായിരുന്നു. അങ്ങനെ തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ് സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയാണ്. റൂൾ 50 നോട്ടീസുകൾ ചർച്ചയ്ക്കെടുത്ത് റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പിണറായി സർക്കാർ ചെയ്യുന്നത്. വലിയ രീതിയിൽ നോട്ടീസുകൾ പലപ്പോഴും പ്രതിപക്ഷം കൊണ്ടുവന്ന നോട്ടീസുകൾ ഒരു കാരണവശാൽ ചർച്ചയ്ക്കെടുക്കുന്ന തോന്നിക്കുന്ന കാര്യങ്ങൾ പോലും ചർച്ചയ്ക്കെടുക്കുകയാണ്. ഇക്കാര്യത്തിലും അതുതന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇത് അതീവ ഗുരുതരമായ ഒരു ആരോഗ്യ സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് കൂടി വസ്തുതയാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകാം സർക്കാർ ഒരുപക്ഷെ ഈ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്നത്. 71 കേസുകളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 19 മരണം ഈ വർഷം മാത്രം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം ഈ മാസം അത് 9 മരണങ്ങളാണ്. അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. 26 ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുമുണ്ട്. ഈ മാസം റിപ്പോർട്ട് ചെയ്ത് മാത്രം 22 കേസുകളാണ്. പ്രായഭേദമന്യേ ആളുകൾക്ക് രോഗം ബാധിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർക്ക് ആണ് രോഗം പടരുന്നു പറയുമ്പോഴും അങ്ങനെ അല്ലാത്ത അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാത്ത ആളുകൾക്ക് പോലും രോഗം വ്യാപിക്കുന്നതും അല്ലെങ്കിൽ അവർ രോഗികളാകുന്നതും അതീവ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഏതായാലും അതിന്റെ കാര്യങ്ങൾ എങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ സഭയിൽ ചർച്ചയാകും. പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിക്കൂറാണ് ആ നോട്ടീസിന്മേൽ ചർച്ച നടക്കുക. ചർച്ചയ്ക്ക് മറുപടി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഇതുവരെ സർക്കാർ എടുത്ത മുന്നൊരുക്കങ്ങൾ, മുൻകരുതലുകളൊക്കെ മന്ത്രി വിശദീകരിക്കും. വീഴ്ചകൾ എണ്ണി പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 12 മണി മുതലാണ് ചർച്ച നടക്കുക നിയമസഭയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം കാര്യമായി തന്നെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാവും ചർച്ചയിൽ ഉയർന്നു വരിക എന്നത് നമുക്ക് 12 മണിയോടെ അറിയാം.